ജർമ്മനിയിലെ മഗ്ഡബർഗിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞു കയറി 2 മരണം. മരിച്ചവരിൽ ഒരു കുട്ടിയും. 68 പേർക്ക് പരിക്കുണ്ട്. കാർ ഓടിച്ച സൗദി പൗരൻ പോലീസ് പിടിയിലായി. 2006 മുതൽ ഇദ്ദേഹം ജർമ്മനിയിൽ ഡോക്ടറാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കാർ പാഞ്ഞു കയറി 2 മരണമുണ്ടാവുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭീകരമാണ്. ഭീകരമായ നിലയിലാണ് ആ കാർ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടർ, സൗദി പൗരനായ ഡോക്ടർ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം കാർ ഓടിച്ച് കയറ്റിയതാണോ അതോ നിയന്ത്രണം വിട്ടതാണോ? അത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഐസൺ ജോസ്? വിനോദ് മനഃപൂർവ്വം കാറിടിച്ച് കയറ്റിയതാണ് എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ക്രിസ്മസ് മാർക്കറ്റിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലേക്ക് സൗദി സ്വദേശിയായ ഡോക്ടർ കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം അതിശക്തമായ അതീവ വേഗതയിൽ കാർ ഓടിച്ചു എന്നാണ് പോലീസ് എല്ലാം തന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നത് സംബന്ധിച്ച കൃത്യമായ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗദി സ്വദേശിയായ തുടർച്ചയായി വർഷങ്ങളായി ജർമ്മനിയിൽ കഴിയുന്ന ഡോക്ടറെ, കാർ ഓടിച്ചിരുന്ന ഡോക്ടറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നത്. മാഗ്ഡിബർഗിൽ ഈ അപകടം ഉണ്ടായത്. ബെർലിനിൽ നിന്ന് ഏതാണ്ട് 180ഓളം കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണിത്. വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, ക്രിസ്മസിന്റെ തിരക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇത്തരം രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാര്യമായി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് അതീവ വേഗതയിൽ ഇത്തരത്തിലൊരു തെരുവിലൂടെ കാർ ഓടിക്കാൻ ഈ സൗദിയിലുള്ള ഈ ഡോക്ടർക്ക് ഏത് രീതിയിലുള്ള പ്രചോദനമാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് കൃത്യമായ സംശയം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ജർമ്മൻ പോലീസ് എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം പൂർണ്ണമായി നടന്നതിന് ശേഷമേ എന്തെങ്കിലും അന്തിമ നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടാണ് പോലീസ് അറിയിക്കുന്നത്. ഇത് തന്നെയായാലും 2 പേർ മരിച്ചു, അതിലൊരു കൊച്ചു കുഞ്ഞുമുണ്ട്. മരിച്ചിട്ട് ഒരാൾ ഒരു കൊച്ചു കുഞ്ഞുമാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. 68 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പേർക്ക് പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരിസരത്തെ ആശുപത്രികളിലേക്ക് അടിയന്തരമായി പരിക്കേറ്റവരെ മാറ്റിയിട്ടുണ്ട്. അതീവ ഗുരുതരമായ നിലയിലുള്ളവർ ഇല്ല എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട്. സൗദി പൗരനായ ഡോക്ടർ എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ മദ്യപിച്ചോ ഏതെങ്കിലും തരത്തിലാണോ ഇത് കാർ ഓടിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. സൗദി പൗരൻ, അവിടെ ജർമ്മനിയിൽ താമസിക്കുന്ന സൗദി സ്വദേശിയായ പൗരൻ, അങ്ങനെ വേണോ കണക്കാക്കാൻ ഐസൺ ജോസ്? തീർച്ചയായും ജർമ്മനിയിൽ കാലങ്ങളായി, അതായത് വർഷങ്ങളായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രിയെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർവീസ് നൽകുന്ന രീതികളെ കുറിച്ചോ, ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെയാണ് അദ്ദേഹം മെഡിക്കൽ സർവീസ് നൽകുന്നതെന്ന് സംബന്ധിച്ചോ, അതുപോലെ തന്നെ ഇയാളുടെ പൂർണ്ണ വിലാസമോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഭീകര സ്വഭാവമുള്ള ബന്ധങ്ങൾ ഇയാൾക്കുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും ഇത് സംബന്ധിച്ച് യാതൊരു സൂചനകളോ അല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അവ ഒന്നും പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അപകടകരമായി കാർ ഓടിച്ചു എന്ന വകുപ്പ്, അതായത് റാഷ് ഡ്രൈവിംഗിന്റെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് എങ്കിൽ കൂടി നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അനൌദ്യോഗികമായ അറിയിപ്പുണ്ടാകുന്നത് എന്നാണ് വാർത്താ ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപകടം കരുതിക്കൂട്ടിയുള്ളതാണോ എന്ന കൃത്യമായ സംശയം പോലീസിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കാർ പാഞ്ഞു കയറി 2 പേർ മരിക്കുന്നത്. അതിലൊരു കുട്ടിയുമുണ്ട്. 68 പേർക്ക് പരിക്കുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വളരെ വേഗത്തിലാണ് ഈ കാർ മാർക്കറ്റിനുള്ളിലേക്ക് പാഞ്ഞു കയറി പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും സൗദി പൗരനായ ഡോക്ടർ, കാർ ഓടിച്ചിരുന്ന വ്യക്തി, അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.